ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ റീബായിട്ട് കുറച്ച് നേരം പുറത്ത് പോയി. അപ്പോൾ കൊച്ചുങ്ങൾക്കുള്ള മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇതെല്ലാം പുറത്ത് പോയിരിക്കുക, എല്ലാം കളിയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവൾക്ക് ഭക്ഷണം കഴിയുമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പുറത്ത് വരുന്ന സമയത്ത് ഒരു ചേട്ടനെ കണ്ടു. ചേട്ടന് ഏകദേശം ഒരു 50 to 60 63 വയസ്സ് പ്രായമുണ്ടോ, 55 എബോ 55 അപ്പോൾ ആ മനുഷ്യൻ്റെ പേര് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല. അപ്പോൾ ആ മനുഷ്യൻ ഒരു സഞ്ചി പിടിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് കപ്പലണ്ടി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കപ്പലണ്ടിയോ, നോക്കുമ്പോൾ മറ്റേ കവറിൽ കപ്പലണ്ടിയാണ്. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടില്ല എന്തുകൊണ്ട്, ഒരു മിനിറ്റ് കേട്ടോ. അത് ഞാൻ എവിടെയോ കഴിച്ചിട്ടില്ല കേട്ടാ, ഇത് എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവമേ നമ്മുടെ റീബ ഇല്ല സാധനം ഈ പൊതി 2 തെറംസ് എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു ഓക്കെ, പണ്ട് ഒരു തെറംസ് ആയിരുന്നല്ലോ ഏട്ടാന്ന് പറഞ്ഞു. ചുമ്മാ ചോദിച്ചു. ഇല്ല അപ്പോൾ ഇല്ല, ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങളുടെ വില ഒക്കെ കൂടിയില്ലേ, ഗ്യാസിൻ്റെയും അതിൻ്റെ ഒക്കെ വില കൂടിയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഈ സാധനം കേട്ടോ ഈ പൊതി സാധാരണ വെച്ചാൽ ഇവിടെ ഒരുവിധ ആളുകൾ പാർട്ട് ടൈമായിട്ട് പുഴുങ്ങിയ മുട്ട, നമ്മൾ ഈവൻ ബീവറേജിൻ്റെ ഭാഗത്തും അവിടെ ഇവിടേക്ക് കുറേ പേര് ഇത് വിൽക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1.5 വർഷമായി UAE-ൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിലൊക്കെ വന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഓരോ പണികളൊക്കെ ചെയ്തു, പെർഫ്യൂം വിറ്റു, കപ്പലണ്ടി, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ മുട്ട പുഴുങ്ങിയത്, അല്ലെങ്കിൽ അതൊക്കെ റോഡ് സ്ഥലങ്ങളൊക്കെ വിറ്റ് നടന്നു എന്നൊക്കെ പറഞ്ഞതിനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വിസ എംപ്ലോയ്മെൻറ്റ് വിസ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ജോലി എവിടെയെങ്കിലും ഞാൻ ആക്കണമെന്ന് ചോദിച്ചു. എനിക്ക് വലിയ പിടിപാടുകളുണ്ടായിട്ടൊന്നുമല്ല, അറിയാവുന്ന കുറച്ച് കഫ്റ്റീരിയകൾ അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു. അപ്പോൾ കഫ്റ്റീരിയ പണിയൊന്നും വേണ്ട മോനെ, അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ആളെ വിഷമം എന്നോട് ഷെയർ റീബി ഉണ്ടായിരുന്നു കേട്ടോ. ആളെന്നോട് പറഞ്ഞ് ഏകദേശം പല സ്ഥലങ്ങളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെറുകിട വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നും സേവ് ചെയ്യാൻ പറ്റിയില്ല, വീട്ടിലേക്ക് തിരിച്ച് പോകണമെന്നുണ്ട്. എന്നാൽ മക്കള് രണ്ടാളും PSCക്ക് എന്തോ പഠിക്കുകയാണ്. 20 വയസ്സോ എത്ര വയസ്സ് പ്രായമുണ്ട്, 23 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അവരൊരു നിലയിൽ എത്തിയിട്ട് വേണം എനിക്ക് ധൈര്യമായിട്ട് അവിടേക്ക് പോകാൻ, അല്ലെങ്കിൽ പിന്നെ വീട്ടുകാർ രണ്ടും കൈ നീട്ടിയിട്ട് നമ്മളെ വിളിക്കണം. പക്ഷേ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ ഇപ്പോഴും സാധനങ്ങളും പൈസയും ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രവാസിയുടെ വിഷമമാണ് ഞാൻ പറയുന്നത്. അതായത് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന കുറേ പേര് നമ്മൾക്കിടയിലുണ്ട്. പക്ഷേ വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറേ പേര് സ്ഥിരം ചോദ്യമുണ്ട്, നിങ്ങളെന്താ തിരിച്ച് പോവാത്ത, എത്ര ദിവസത്തെ ലീവ് ഉണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാ പ്രവാസികളും നെഞ്ചങ്ങൾ പെടയും. ഇവൺ ഞാനുൾപ്പെടെ, ഞാനൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നാ വന്നേച്ചി ഇന്നലെ, എന്നാ പോകുന്നത് കഴിഞ്ഞു. നമ്മൾ നാട്ടിൽ എത്തി കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിന്ന് വലിച്ചെറിയലുണ്ട് അലമാരയുടെ ഉള്ളിലോട്ട്. ഒരു മാസത്തിന് നോക്കണ്ടെന്ന് വെച്ചിട്ട് കലണ്ടറിൽ നമ്മുടെ ഡേറ്റ് നമുക്ക് എത്തുമ്പോൾ നമ്മുടെ നെഞ്ചിൽ പെടയാം. അത് നമ്മുടെ എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഒരേപോലെയാണ്. അപ്പോൾ ഈ മനുഷ്യനോട് പറയാണ് തിരിച്ച് നമ്മൾ വിളിക്കുന്നുള്ളൊരു വിളിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ചേട്ടനെ എനിക്ക് പൈസ ഒന്ന് സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ എൻ്റെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. ഞാനും 4-5 മാസത്തോളം ജോലി ഇല്ലാതിരുന്ന ഒരാളാണ്. ഇപ്പോൾ കയറി ഏകദേശം 7 മാസമായിട്ടുള്ളൂ. സോ ഞാൻ നമ്പർ തരൂ, ഞാൻ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. അപ്പം എന്നോട് പറയണ മനുഷ്യൻ എനിക്ക് പഴയ പോലെ എന്താ പറയുക നിന്ന് ജോലി ചെയ്യാനുള്ളൊരു പറ്റുന്നില്ല. ഈ പെയിൻറ്റ് പണിയോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പണിയോ ഈ പണിയും എല്ലാ പണിയും അറിയെങ്കിലും എനിക്ക് പറ്റില്ല. സ്വന്തമായി വിസയുണ്ട്. ഞാൻ പറഞ്ഞു കഫ്റ്റീരിയൻ എന്തെങ്കിലും നോക്കാൻ. അപ്പോൾ കഫ്റ്റീരിയ പണി നല്ല ഇതാണ്. അപ്പോൾ ഈ ഒരു പണിയാണ് ഇപ്പോൾ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല, ആ മനുഷ്യൻ്റെ ഫോൺ നമ്പർ മേടിച്ചു, എവിടെയെങ്കിലും വെച്ച് കാണാം, എന്തെങ്കിലും രീതിയിലൊക്കെ ഞാൻ കണ്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. സാമ്പത്തികമായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമാണ്. എന്നാൽ പോലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞങ്ങനെ ആളെ വിട്ടു. അപ്പോൾ അത് പറയാൻ കാരണം വേറെ ഒന്നുണ്ടല്ലോ, ആ മനുഷ്യന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് നനഞ്ഞു. റീബി ഉണ്ടായിരുന്നു കേട്ടോ. റീബിയും പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് ചേർത്തി പിടിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞു വെച്ചാൽ വീട്ടുകാരുടെ ഒരു വിളി, അതല്ലെങ്കിൽ മതി, നിങ്ങൾ ഇത്രയും നാൾ പണി ചെയ്തില്ലേ, തിരിച്ചു വന്നുകൂടെ, മക്കളും വലുതായില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളത് വെച്ച് നാട്ടിൽ നോക്കിക്കൂടെ എന്നൊരു വിളിക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ കാത്തിരിക്കുന്നത്. ഇതുപോലെ 1000 അല്ല ലക്ഷക്കണക്കിന് പ്രവാസികൾ ഇതുപോലെ കാണിക്കുന്നുണ്ട്. ഞാനും വന്ന സമയത്ത് എൻ്റെ അപ്പൻ 2 വർഷത്തോണ്ട് വിളിക്കുമെന്ന് വിചാരിച്ചു. എൻ്റെ അപ്പം ഇപ്പോഴും വിളിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ ചെറുപ്പം എന്താ പറഞ്ഞാൽ മാരേജായി നമ്മൾക്കിപ്പോൾ സാമ്പത്തികമായി തട്ടിമുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പ്രശ്നങ്ങളില്ലാതില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞൊരു വിഷമം തോന്നി. ആ മനുഷ്യനോട് എന്ത് പറയണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താന്നൊരു പിടി കിട്ടിയില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ആളുകളൊക്കെ ചിലപ്പോൾ നിവൃത്തികേടായിരിക്കാം, വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. നല്ല നിലയിൽ അല്ലെങ്കിൽ ഇപ്പോഴും വീട്ടിൽ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ദിവസേന ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ ആ മനുഷ്യന് ആഗ്രഹമുണ്ട് കേട്ടോ, പക്ഷെ ആ വീട്ടിലാരും വിളിക്കുന്നില്ല. ആ മനുഷ്യൻ എന്നോട് പറയാം എന്താ ചെയ്യാം, എൻ്റെ അവസ്ഥ ഇതാ. ഞാൻ പറഞ്ഞു നമ്മൾ പ്രവാസികളായ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ. നാട്ടിലേക്ക് പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടിലെ ആളുകൾ ഈവൺ കടങ്ങൾ കഴിഞ്ഞാലും വീട്ടുകാർ ചിലപ്പോൾ പറയും 2 വർഷം കൂടി നിന്നൂടെ, 3 വർഷം കൂടി നിന്നൂടെ എന്ന് ഇവരെന്നെ പറയും. അതാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ. ഈ മനുഷ്യൻ്റെ അല്ല, എല്ലാവരുടെ അവസ്ഥ. അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല.
ഒരിക്കലും മാറില്ല. നിങ്ങളിത് പറയണം തോന്നി, ഇപ്പോഴാണ് ഇതൊന്ന് കഴിക്കണം. ആ മനുഷ്യനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കാശ് കൊടുക്കണം. എന്തെങ്കിലും ഇവൺ ആൾക്ക് പൈസ ആയിട്ട് കൊടുത്തില്ലെങ്കിലും നമുക്കിത് കുറച്ച് വാങ്ങിച്ചിട്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. എന്തായാലും ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ആ മനുഷ്യൻ എവിടെയെങ്കിലും നല്ലപോലെ ജീവിക്കട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. റീബിക്ക് നല്ല വിഷമമായി. റീബിക്ക് പ്രത്യേകിച്ച് എന്നെക്കാളും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് മനസ്സിൽ കൂടുതലാണ്. പെട്ടെന്ന് അവൾക്ക് മനസ്സ് വിഷമാവുന്നൊരു ക്യാരക്ടർ റീബയുടെ. ഞാൻ പെട്ടെന്ന് അങ്ങനെ ആവില്ല എന്നല്ല കേട്ടോ, എനിക്ക് മനസ്സിലായി. കാരണം നമ്മളും ഇവിടെ ഞാൻ വന്നിട്ട് 7 വർഷമായി. ആ മനുഷ്യൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും. പ്രവാസികളുടെ അവസ്ഥയാണ്, നമ്മളത് കാണിക്കുന്നില്ല എന്ന് മാത്രം.